നിങ്ങളും സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ലേ? നിങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും? സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് ഞങ്ങളും ഞങ്ങൾക്ക് നിങ്ങളും. എന്താ ഒരു ഭയങ്കര മൗനം? അതാണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഒരു ഭയങ്കരമായൊരു ഒരു നിശബ്ദത പെട്ടെന്ന്. അപ്പോഴുള്ളൊരു രീതിയാണ് ഒരുപാട് റിവ്യൂസ് സിനിമയിൽ വരുന്നത്. സിനിമയിൽ ഒരുപാട് റിവ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ പല രീതിയിൽ സിനിമകൾ മാറുന്നു. അപ്പോഴുള്ളൊരു രീതിയാണ് ഒരുപാട് റിവ്യൂസ് സിനിമയിൽ വരുന്നത്. സിനിമയിൽ ഒരുപാട് റിവ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ പല രീതിയിൽ സിനിമകൾ മാറുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് എന്താണ് അതിനെ കുറിച്ച് എന്താണ് പറയാൻ? ഇതെല്ലാം മാറും കേട്ടോ, ഇതെല്ലാം കടന്നു പോകും. ഇതൊക്കെ ആദ്യത്തെ ബഹളത്തിൽ തോന്നുന്നതാണ്. നിങ്ങളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളും സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ലേ? നിങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും? ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് ഞങ്ങളും ഞങ്ങൾക്ക് നിങ്ങളും. അതൊരു നിമിഷം ചിന്തിച്ചാൽ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ എങ്ങനെ എന്ന് തോന്നും. കാരണം മനുഷ്യരെ ശ്രദ്ധിക്കാനുള്ള എളുപ്പ വഴിയാണ് സിനിമ എന്ന് പറയുന്ന ആയുധം. അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം അല്ലേ? കറിക്ക് അരിയുന്ന അതേ കത്തി കൊണ്ട് തന്നെ ആളുടെ ജീവൻ എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക. ഒരുപാട് പേരുടെ ജീവിതമാണ് അത് വഴിമുട്ടിക്കുന്നത്. അത് മാത്രമല്ല, സിനിമാക്കാരെ കുറിച്ച് എഴുതുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ നിങ്ങളെ കാണുന്നത്. പാളയം മാർക്കറ്റിൽ പാവയ്ക്ക വന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് പോലും കാണുകയില്ല. ശരിയാണ് ഞാൻ പറയുന്നത്. സിനിമാക്കാരുടെ ഒരു വിശേഷം, ആർക്കും അറിയാത്തൊരു ന്യൂസ്, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല വ്യൂവേഴ്സ് വരത്തില്ലേ? പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമയിൽ റിവ്യൂ വരണം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? വീണ്ടും ചെന്ന് കാണണം. റിവ്യൂ അതെൻ്റെ ഒരു വലിയ ആഗ്രഹം. വരണം, നിങ്ങളും വരണം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, സിനിമ എന്ന് പറയുന്നത് നിങ്ങളും നമ്മളും ഒക്കെ ജീവിക്കുന്നത് പോക്കറ്റിൽ ഉള്ള ആൾക്കാരുടെ 100 രൂപയിലാണ് അല്ലേ? അവൻ വന്ന് തിയേറ്ററിൽ വന്ന് കണ്ടിട്ടേ കാറ് കയറി നടക്കാനും ഇതൊക്കെ നടക്കും. അവർ തിയേറ്ററിൽ വരണം. അതിനുവേണ്ടി അവർക്ക് വന്നെങ്കിലേ നിങ്ങൾക്ക് നമുക്കും എല്ലാ ജീവിതമുള്ളൂ. അപ്പം നിങ്ങൾ എഴുതുമ്പോഴും 100 പേർ എടുക്കുമ്പോഴും നമ്മുടെ ജീവിതമാണ് ഇതെന്ന് വെള്ള ബോർഡിൽ എഴുതിയിട്ട് ഇറങ്ങണം. പറഞ്ഞില്ല. പിന്നെ നമ്മുടെ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നമ്മൾ പറഞ്ഞു നിങ്ങളൊക്കെ നമ്മളൊരു പ്ലാറ്റ്ഫോം, ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ കഴിവ് തെളിയിക്കും. ഇപ്പം നിങ്ങൾ തന്നെ കയറി വരുമ്പോഴേ ഒരു മ്യൂസിക്കും വലിയ സെറ്റപ്പ് വലിയ ആർട്ടിസ്റ്റും മറ്റേ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യം പോലും നിങ്ങൾ നാക്കുടക്കും ഇല്ലേ? നിങ്ങൾക്ക് സിനിമയെക്കുറിച്ച് എന്തും ചോദിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കി തന്നു. യൂട്യൂബേഴ്സ്, എല്ലാ ചാനലുകാരും എല്ലാവരും സിനിമയുടെ ഭാഗമെന്ന് കരുതിയാണ്. അത് യൂട്യൂബ് ചെറുതോ 1 ലക്ഷം വ്യൂവേഴ്സോ വലിയ ചാനലൊന്നൊന്നുമില്ല. നമ്മൾ എല്ലാം ഒരേ ഗ്രൂപ്പിലുള്ളവരാണ്. സിനിമയാണ് നിങ്ങളുടെയും ജീവിതം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ ആ ന്യൂസുകളൊന്നും കാണാൻ ആരുമില്ല. സിനിമാക്കാരെ കുറിച്ച് കേൾക്കാനും നല്ലതും കെട്ടതും കേൾക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ എഴുതുമ്പോഴും ചെയ്യുമ്പോഴും നിങ്ങളും ഞാനും സിനിമാക്കാരനാണെന്ന് കരുതി, അല്ലെങ്കിൽ ഇതുമായിട്ട് ലിങ്ക്ഡ് ആണ് എന്ന് കരുതി വേണം ചെയ്യാൻ. എന്താ ഒരു ഭയങ്കര മൗനം? അതാണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഒരു ഭയങ്കരമായൊരു ഒരു നിശബ്ദത പെട്ടെന്ന്.